everyone, welcome back to Evan's Magical World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി യമ്മി ആയിട്ടൊരു മഹാരാഷ്ട്രൻ ഫോം ഓഫ് ഡിഷ് ആണ്. അത് നമ്മൾ വൈദ്യുതിക കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പറയാ ബെങ്കനി മസാല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 4 വൈദ്യുതിക ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ നിങ്ങളുടെ അതനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം. എന്നിട്ട് അത് മിഡിൽ 4 കട്ടായിട്ട് അത് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്ന പോലെ ഒരു 4 സ്ലിറ്റ്സ് ആക്കി നമുക്ക് വൈദ്യുതിക വെക്കണം. എന്നിട്ട് ഒരു ചെറിയ പാത്രം എടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ 2 സ്പൂണോ എണ്ണ ഒഴിക്കുക. കാരണം നമ്മൾക്ക് ഇത് ബ്രിഞ്ചോൾ ഇതിലിട്ട് നല്ലോണം വഴറ്റണം. ഫുൾ സ്ലിറ്റ് ചെയ്ത് എൻഡ് വരെ നല്ലോണം വഴറ്റണം till it becomes soft. ഓക്കെ, അപ്പോൾ ഈ എണ്ണ ഇച്ചിരി ഇട്ട എണ്ണയിലേക്ക് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി നമുക്കിത് മൂടി വെക്കാം. അപ്പൊ ഇത് വേഗം നമുക്കത് വെന്ത് കിട്ടും. ഓക്കെ, പക്ഷെ അത് കുറച്ച് സമയം പിടിക്കും. അതിന് ഹാവ് പേഷ്യൻസ്. ഇത് ഇങ്ങനെ നല്ലോണം സോഫ്റ്റ് ആവണി വരുന്ന വരെ നമ്മൾക്ക് ഇതിന്റെ മസാലകൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മൂടി വെക്കാം. ഇച്ചിരി വെള്ളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഇച്ചിരി ഇട്ടോ, അപ്പൊ അത് വേഗം നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും. ആ ആവിക്കൊണ്ട് തന്നെ അത് നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് എല്ലാവരും ബ്രിഞ്ചോൾ വേവാൻ വേണ്ടിട്ട് അധികം സമയം വേണ്ടെന്ന് അറിയാം. പക്ഷെ ഇത് ഫുൾ കട്ട് ചെയ്യാത്ത കാരണം ഇറ്റ് ടേക്സ് ടൈം. എന്നിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിട്ട് വേറെ ഒരു പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ഡിഷസ് നമുക്ക് എല്ലാ സാധനങ്ങളും റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ഒരു 2 അനിയൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് റഫ്ലി ചോപ്പ് ചെയ്താ ഇട്ടേക്കണേ. സെയിം സൈസ് വേണോ, അത് സ്മോൾ കുരുന്ന് അരിയണോ, അതൊന്നും ആവശ്യമില്ല. നോർമൽ സ്ലിറ്റ് ചെയ്ത് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് റഫ്ലി ചോപ്പ് ചെയ്താൽ തന്നെ ജിഞ്ചർ പേസ്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒരു 6 to 7 ഗാർലിക് ക്ലോവ്സ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഞാൻ വെറുതെ ചതച്ചിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ട് ഞാൻ 2 മുളകും കൂടി അതിലേക്ക് സ്ലിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ബ്രിഞ്ചോളും വെന്തോന്ന് നോക്കുന്നുണ്ട്, കാരണം അത് സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാൻ. സോഫ്റ്റ് ആയി വരുന്ന വരെ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ ആവിയിൽ അത് വേഗം വെന്ത് കിട്ടും. ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് മൂടി വെക്കാം. അത് കറുത്ത പോലെ വന്നാലും കുഴപ്പമില്ല കേട്ടോ, കാരണം അത് വെന്ത് കിട്ടാൻ വേണ്ടിട്ടാ. അപ്പോഴേക്കും നമ്മുടെ മറ്റേ സൈഡിൽ വെച്ച മസാല ഒന്ന് നമുക്ക് ശരിക്കും വഴറ്റി എടുക്കാം. കാരണം നമുക്ക് ഈ മസാല ഒന്ന് അരയ്ക്കണം. അത് കാരണമാണ് ഞാനത് ശരിക്കും ഭംഗിയിലോ അങ്ങനെയൊന്നും കട്ട് ചെയ്യാണ്ട് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾക്കതൊന്ന് വാടണ വരെ വഴറ്റിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രിഞ്ചോളും ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ വെന്ത പോലെ തോന്നുന്നുണ്ട്, അത് ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അത് വെന്തിട്ടുണ്ട് ഉള്ളിന്ന്. സോ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിന് കീ ഇൻഗ്രീഡിയന്റ് ആയ ഗ്രൗണ്ട് നട്ട് കപ്പലണ്ടി നമുക്ക് തൊലി കളഞ്ഞിട്ട് അരച്ച് വെക്കാം. അപ്പൊ ഇത് കാണുന്ന പോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അത് റെഡിയാക്കി വെച്ച് നമുക്ക് എല്ലാ പ്രോസസ്സ് വേഗം കഴിക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് നല്ലോണം വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ കാന്ത, ചില്ലി, ഗാർലിക്, ജിഞ്ചർ ഇതൊക്കെ വഴറ്റി കിട്ടിയിട്ട് ഞാൻ അതിന്റെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കി ഫൈൻ പേസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ആ സെയിം വെസൽ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ ജീരകം ഇട്ടു. ഹാൻഡ്ഫുൾ വേണ്ട, ഒരു ഇച്ചിരി ജീരകം ഇട്ടാൽ മതി. ഒരു ഫ്ലേവർ കിട്ടും അതിന്. നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ ജീരകം പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. എന്നിട്ട് അതൊന്ന് സ്പ്ലാറ്റർ ആയിട്ട് വരുമ്പോ ഇനി നമ്മൾക്ക് 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇടാം. ഇത് അത്ര എരിവുള്ളതല്ല, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റെഡ് ചില്ലി പേസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൽ അരച്ചു വെച്ച മസാലകൾ ഒന്ന് ചേർത്ത് ഇച്ചിരി വെള്ളം കൂടി ആ മിക്സി നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടുന്ന വരെ ആ വെള്ളം കൂടി നമുക്ക് ഇത് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങനെ വേവണ വരെ നമുക്ക് ഇളക്കി വെക്കാം. നിങ്ങൾക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി കാണുന്നുണ്ട്. ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഇത് കത്തില്ല. അത് കാരണം നമ്മൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം till you feel that it's completely cooked and the oil starts coming out. പാത്രം വിട്ടു തുടങ്ങും. അങ്ങനെ ഇളക്കി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ ടർമറിക് ഇടാം. എന്നിട്ട് പിന്നെയും ഇളക്കാം. എന്നിട്ട് നമുക്ക് അഗൈൻ മോർ ദാൻ 1/2 സ്പൂൺ നമുക്ക് ഇതില് കൊറിയാണ്ടർ പൗഡർ ഇടാം, മല്ലിപ്പൊടി ഇടാം. അധികം ഇടരുത്, കാരണം മല്ലിയുടെ ഫ്ലേവർ അതിലേക്ക് വരാൻ പാടില്ല. ദ മെയിൻ
ingredient in this recipe is groundnut. അപ്പൊ ഞാനൊരു ഹാഫിനേക്കാളും കുറച്ച് കൂടുതൽ കൊറിയാൻഡർ പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി പാത്രം വിടണ വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ പാത്രം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കീ ഇൻഗ്രീഡിയന്റ് ആയ ഗ്രൗണ്ട് നട്ട് പൊടിച്ചത് അങ്ങോട്ട് ഫുൾ ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ശരിക്കും നമ്മുടെ ഗ്രൗണ്ട് നട്ടിലും നല്ല കണ്ടന്റ് ഓഫ് ഓയിൽ ഉണ്ട്. അത് കാരണം ശരിക്കും നമ്മുടെ ഓയിൽ തെളിഞ്ഞ് കാണുന്ന വരെ വേണം നമുക്ക് ഇത് വഴറ്റിയെടുക്കാൻ. മസാല ഷുഡ് ബി നൈസ്ലി കുക്ക്ഡ്, അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലേവർ ശരിക്കും വരില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കറി ഉണ്ടാക്കുന്നതിന് മസാല നല്ലോണം വെന്ത് കിട്ടണം. അത് ശരിക്കും വേവിച്ചില്ലെങ്കിൽ നമ്മുടെ ഫുൾ കറിക്ക് ഒരു പ്രത്യേക ഒരു വെള്ളത്തിന്റെ ടേസ്റ്റ്, ഒരു ടേസ്റ്റ് വരില്ല. ഇപ്പൊ കണ്ടില്ലേ, ചെറുതായിട്ട് നമുക്ക് എണ്ണ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മസാലകള് പാത്രത്തിൽ നിന്നും വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആർ മസാല ഇസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള കൺസിസ്റ്റൻസി വെച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണമെന്നൊന്നും നിർബന്ധമില്ല. നോർമൽ വെള്ളം ഇച്ചിരി ഒഴിച്ച് ഞാൻ ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ക്വാണ്ടിറ്റി ഓഫ് ദ വാട്ടർ ഐ ഹാവ് ഇൻക്രീസ്ഡ്. ഇനി നമുക്ക് ശരിക്കും അത് ഇളക്കാം. ഇനി ഇത് ഇളക്കി കഴിഞ്ഞിട്ട് അഗൈൻ നല്ലോണം അതിന്റെ മുകളിൽ ഒരു സ്മോൾ സ്ലൈറ്റ് ലെയർ ഓഫ് ഓയിൽ വരുന്ന തുടങ്ങണ വരെ നമുക്ക് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ഇച്ചിരിയും കൂടി കൺസിസ്റ്റൻസി കുറയ്ക്കാൻ വേണ്ടി, തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി ഇച്ചിരിയും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇച്ചിരി ഗ്രേവിയാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ടും എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ നല്ലോണം അത് വേവുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. കപ്പലണ്ടിയിലും ഇടയ്ക്ക് ഉപ്പ് ഉണ്ടാവും. അത് കാരണം നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സോഫ്റ്റ് ആക്കി വെച്ച ബ്രിഞ്ചോള് നമുക്ക് ഈ ഗ്രേവിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടാം. അതിന് നല്ലോണം ഈ വഴുതനങ്ങനെ ഈ മസാല കൊണ്ട് കവർ ചെയ്ത് നമുക്ക് ഇച്ചിരി കൂടി നേരം വേവിക്കണം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും പുതിയ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. ഇനി ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ഗരം മസാല ചേർക്കാറില്ല എന്റെ ഡിഷസിൽ. പക്ഷെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാഫ് സ്പൂണിനേക്കാളും കുറവ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം വേവിക്കാം ടിൽ യു സീ എ സ്ലൈറ്റ് ഓയിൽ കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് ഗ്രേവി. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി. And see, now you all can see little red. So that means our gravy is ready. It's ready to serve. ഇനി നമുക്ക് നമ്മുടെ കൊച്ചുങ്ങളെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. Thank you. So Evan, ready to try today's dish? Yes. Okay, today I have made brinjal curry. Taste. Why you cannot eat? Wait. This is so yummy. Oh, this is so brave. Thank you for making, and you are